ഇന്ന് കാണുന്ന ഒരുപാട് തരീക്കത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, എത്രയോ, ഞാൻ പേര് എണ്ണിയാൽ അതിന് തന്നെ കുറെ സമയം കളയും, നമുക്കതിന് സമയമില്ല, അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല. അതിന്റെ ഒക്കെ മുരട് അസിൽ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. ഷിയ എന്ന് പറയുന്ന, നമ്മൾ ഷിയ പ്രസ്ഥാനം എന്ന് പറയല്ലോ, ഈ ഷിയായിസത്തിലാണ് ഇതിന്റെയൊക്കെ അസിൽ ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ്. അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കുറെ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു തരീക്കത്തും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയിലേക്കാണ് ഇവിടെയുള്ള കുറേ ത്വരീക്കത്തുകളെ മുരണ്ട് ചെന്ന് എത്തുന്നത് അവിടെയാണ്. അതാണെങ്കിലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിലെ ഉലമാക്കൾ അല്ലേ, അതുപോലെ പൊന്നാനി കൈക്കാർ, അവരെല്ലാവരും ശക്തമായി എതിർത്ത ഒരു ഈ വേരുകളുള്ള ഒരു വ്യാജ ആത്മീയ പ്രസ്ഥാനമാണ്. അപ്പൊ ഇയാള് പറഞ്ഞതെന്ന് വെച്ചാൽ കൊണ്ടോട്ടി തങ്ങളുടെ അത് വ്യാജ ആത്മീയതയാണ്. യഥാർത്ഥത്തിൽ ഇത് സമസ്തക്കാർ ഇറക്കിയിട്ടുള്ള കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്ന ഉമർ മധുവായി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഈ പുസ്തകം കൊണ്ടോട്ടി തങ്ങൾ ഷിയ അല്ല എന്ന് സ്ഥാപിക്കുന്ന പുസ്തകമാണ്. ഇതിന് ഔദാരിക എഴുതി കൊടുത്തിട്ടുള്ള ഇപ്പോൾ സമസ്തക്കാർ ഞങ്ങളെല്ലാം ഒന്നാണെന്നാണല്ലോ പറയുന്നത്. ഒരു ഇപ്പോൾ ഐക്യത്തിന്റെ ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ എറണാകുളത്ത്. മറ്റേ ആളെന്താ ഉമർ ഫൈസി ഒക്കെ ഒന്നാണ്, വഹാബികൾ പുറത്താണ്, മറ്റേത് പുറത്താണ്. ആയിക്കോട്ടെ, നിങ്ങൾ 1, 2, 3, 10 ആയിക്കോട്ടെ, അത് നമുക്ക് തർക്കമല്ല. പക്ഷെ ഇതിൽ ഔദാരിക എഴുതി കൊടുത്തിട്ടുള്ള ആരാച്ചാൽ ഒന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ, ആലിക്കുട്ടി മുസ്ലിയാർ, ബാപ്പു മുസ്ലിയാർ, എന്താണ് പറയുക, സയ്യിദ് നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ, ഡോക്ടർ കെ, സയ്യിദ് അലി ഫൈസി, ഇന്നിങ്ങനെ സമസ്തൻ്റെ വലിയ വലിയ ആളുകളാണ്. പിന്നെ അലവി സക്കാഫി പറഞ്ഞൊരു പച്ചയായ സത്യമുണ്ട്, എല്ലാ ത്വരീക്കത്തിൻ്റെയും വേരെവിടെ ചെന്നെത്തുന്നത് അപ്പം അത് കൊണ്ടോട്ടി ത്വരീക്കത്ത് മാത്രമല്ല, ഖാദിരിയ ത്വരീക്കത്ത്, നക്ഷബന്ദിയ ത്വരീക്കത്താണെങ്കിലും, സുഹ്റവർദി ആണെങ്കിലും, നൂരിഷാ ത്വരീക്കത്താണെങ്കിലും, എല്ലാ ത്വരീക്കത്തും ഷിയായിസത്തിലേക്കാണ്. അപ്പം ഇത് ഈ ചില സത്യങ്ങൾ അലവി സക്കാഫി പുറത്ത് പറയും. ചിലപ്പോൾ അത് എപ്പോഴാണ് പറയുക, കുടുങ്ങുമ്പോഴേ പറയുള്ളൂ. കാരണം അത് മറ്റേ ടീമിനെ എതിർക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ചിലത് ഞങ്ങളെ തരീക്കത്ത് നല്ലതും നിങ്ങളെ തരീക്കത്ത് വ്യാജം. അതെങ്ങനെയാകുക? ഞങ്ങൾ നേരത്തെ പറഞ്ഞ മുകളിൽ ഈ എൻ്റെ ഈ കള്ളനോട്ട് ഒറിജിനലാണ്, നിങ്ങളെ കള്ളനോട്ട് വ്യാജാണെന്ന് പറഞ്ഞ പോലെയാണ്. ഈ ഫുള്ള് കള്ളനോട്ടാണ്. ഈ ത്വരീക്കത്തുകൾ മുഴുവനും വ്യാജമാണ്. കാരണം ഈ മുഴുവൻ ത്വരീക്കത്തുകളുടെയും നാരായ പേര് ചെന്നെത്തുന്നത് ഈ ഷിയായിസത്തിലേക്കാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അപ്പം യഥാർത്ഥത്തിൽ കൊണ്ടോട്ടി നേർച്ച എന്ന പേരിൽ നടക്കുന്നത് മുഴുവനും അത് ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് നേർച്ചയിൽ ഇന്നലെ നടന്നിട്ടുണ്ട്. അത് മുസ്ലിമീങ്ങളുമായിക്കൊണ്ട് യാതൊരു ബന്ധമില്ല. കച്ചവടക്കാർ വരെ ഉത്സവങ്ങൾ നടത്തും, അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് നേർച്ച എന്ന പേര് തന്നെ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിൽ നേർച്ചയുണ്ട്. നേർച്ച ഇബാദത്താണ്. നേർച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നി നദർതു റഹ്മാനി സൗമാന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. പറയും പ്രവാചകന്മാരാണെങ്കിലും അതുപോലെ തന്നെ ഔലിയാക്കന്മാരാണെങ്കിലും ഒക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പം നേർച്ച ആരാധനയാണ്. നേർച്ച നേരേണ്ടത് അള്ളാഹുവിനാണ്. അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് നേർച്ചത് ശിർക്കാണ്. അപ്പം അതുകൊണ്ട് ആ നേർച്ചയ്ക്ക് പൂരം വേണ്ട, ആന വേണ്ട, ചണ്ട വേണ്ട, മുട്ടുകുളി വേണ്ട, അതുപോലെ തന്നെ PPP വേണ്ട, എന്താ പറയുക, ചാറ്റൽ കൊട്ട വേണ്ട. ഇതൊന്നും ഇസ്ലാമിൽ നേർച്ചക്കില്ല. പക്ഷെ ഇതൊക്കെയാണ് ഇന്നത്തെ നേർച്ച. അവിടെ ആന ഇളകുന്നു, ഇപ്പോൾ ഇവിടെ കുതിര അങ്ങനെ പലതും ഇളകും. ആ ഇളക്കുള്ളത് ഇസ്ലാമിൽ നേർച്ചയല്ല. ഇസ്ലാമിന് നേർച്ച ഇബാദത്താണ്. അതുകൊണ്ട് കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുന്ന കൊണ്ടോട്ടി ഉത്സവമായിട്ട് ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അത് സമസ്തക്കാർ തന്നെ ഒരു വിഭാഗം അംഗീകരിച്ച് നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾ കൊണ്ടോട്ടി നേർച്ച മാത്രം എതിർത്താൽ പോരാ, ബാക്കി എല്ലാ ത്വരീക്കത്തും ഷിയായിസ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എല്ലാ നേർച്ചയും നിങ്ങൾ എന്ത് ചെയ്യണം, എതിർക്കണം. അതല്ല മറ്റേ ടീമിൻ്റെ അതൊക്കെ വ്യാജം, നമ്മളതൊക്കെ ഒറിജിനലും എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു വ്യാജ വർത്തമാനമാണ്.